എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൺമുഖൻ MS, മുട്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറാണ്. S5EE AC മെഷീൻ ലാബ് 1-ലെ 4ാമത്തെ എക്സ്പെരിമെൻ്റായ OC ആൻഡ് SC ടെസ്റ്റ് ഓൺ എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്നുള്ള വർക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വർക്ക് ഉപയോഗിച്ച് നമ്മൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഡിഫറൻറ്റ് പവർ ഫാക്ടറിലും ഡിഫറൻറ്റ് ലോഡിനുമുള്ള എഫിഷ്യൻസിയും റെഗുലേഷനുമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് വർക്കിൻ്റെ എയിം ഒന്ന് നോക്കാം. ടു ഡിറ്റർമിൻ ദി എഫിഷ്യൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ബൈ കണ്ടക്ടിങ് ദി OC ആൻഡ് SC ടെസ്റ്റ് ആൻഡ് ഓൾസോ പ്ലോട്ട് ഔട്ട്പുട്ട് വേഴ്സസ് എഫിഷ്യൻസി ആൻഡ് പവർ ഫാക്ടർ വേഴ്സസ് റെഗുലേഷൻ കർവ്സ്. നമുക്ക് OC ടെസ്റ്റിൻ്റെ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടാം. 230/115 വോൾട്ട് 3 kVA ട്രാൻസ്ഫോമറാണ് നമ്മൾ ഈ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ 115 വോൾട്ട് സൈഡിലാണ് നമ്മൾ മീറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി 0 to 270 വോൾട്ടിൻ്റെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ വേണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ വോൾട്ട് മീറ്റർ നോക്കുമ്പോൾ 0 to 150 വോൾട്ടിൻ്റെ മൂവിങ് അയൺ വോൾട്ട് മീറ്റർ വേണം. നോ ലോഡ് കറണ്ട് വളരെ കുറവായതുകൊണ്ട് 0 to 2 ആംപിയർ അല്ലെങ്കിൽ 0 to 5 ആംപിയർ മൂവിങ് അയൺ അമ്മീറ്റർ നമുക്ക് ഉപയോഗിക്കാം. നോ ലോഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ഒരു LPF വാട്ട് മീറ്ററാണ് വേണ്ടത്. 150 വോൾട്ട് 5 ആംപിയർ LPF വാട്ട് മീറ്റർ നമ്മൾ ഇതിൻ്റെ പ്രൈമറിയിൽ കണക്ട് ചെയ്യുന്നു. ഈ വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നോ ലോഡ് വോൾട്ടേജ്, നോ ലോഡ് കറണ്ട്, നോ ലോഡ് പവർ എന്നിവയാണ്. നോ ലോഡ് പവർ എന്നാൽ നമ്മളിവിടെ നോ ലോഡ് കോപ്പർ ലോസ് വരുന്നുണ്ട്, അതുകൂടാതെ കോർ ലോസും വരുന്നുണ്ട്. കറണ്ട് റേറ്റിംഗ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ നോ ലോഡ് കോപ്പർ ലോസ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. കിട്ടുന്ന റീഡിങ് നമ്മൾ ട്രാൻസ്ഫോർമറിൻ്റെ കോർ ലോസ് ആയി കൺസിഡർ ചെയ്യുന്നു. SC ടെസ്റ്റിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. 230/115 വോൾട്ട് ട്രാൻസ്ഫോർമറാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. 230 വോൾട്ട് സൈഡ് നമ്മൾ പ്രൈമറിയിൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ആ സൈഡിലാണ് മീറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സൈഡായ 115 വോൾട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. 230 വോൾട്ട് സൈഡിലേക്ക് നമ്മൾ റേറ്റഡ് കറണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 3 kVA ഓട്ടോ ട്രാൻസ്ഫോർമറിൻ്റെ റേറ്റഡ് കറണ്ട് 13.04 ആംപിയർ വരും. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ ഉപയോഗിക്കുന്ന അമ്മീറ്റർ 0 to 20 ആംപിയർ ഉപയോഗിക്കണം. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആയതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജ് വളരെ കുറവ് മതിയാവും. 0 to 50 ഓർ 0 to 75 വോൾട്ട് മൂവിങ് അയൺ വോൾട്ട് മീറ്റർ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് 0 to 20 ആംപിയർ UPF വാട്ട് മീറ്റർ ഉപയോഗിക്കാം. 75 വോൾട്ട് റേറ്റിംഗ് മതിയാവും. ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നതിന് 0 to 270 വോൾട്ട് 20 ആംപിയർ ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. ഈ വർക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യുന്ന റീഡിങ്സ് നമുക്ക് നോക്കാം. അമ്മീറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ലഭ്യമാകും. അതിന് ആനുപാതികമായ അപ്ലൈഡ് വോൾട്ടേജാണ് വോൾട്ട് മീറ്ററിൽ ലഭിക്കുന്നത്, അതായത് ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ്. വാട്ട് മീറ്ററിൽ നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസും കോർ ലോസും ലഭ്യമാകുന്നു. കോർ ലോസ് കോപ്പർ ലോസിനെ അപേക്ഷിച്ച് വളരെ ലോ വാല്യൂ ആയതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോർമറാണിത്. പ്രൈമറി 230 വോൾട്ട്, സെക്കൻഡറി 115 വോൾട്ട് 30 ആംപിയർ, അതായത് 3 kVA ട്രാൻസ്ഫോർമറാണ്. ഇത് നമ്മൾ OC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ 0 to 115 വോൾട്ട് സൈഡിൽ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുന്നു. 230 വോൾട്ട് സൈഡ് ഓപ്പൺ ആക്കി വയ്ക്കുന്നു. അതനുസരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാണ് എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഓട്ടോ ട്രാൻസ്ഫോമർ ഗ്രാജുവലായി വേരി ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ ഇൻപുട്ട് സപ്ലൈ റേറ്റിംഗ് ആയ 115 വോൾട്ട് സെറ്റ് ചെയ്യാം. സപ്ലൈ വോൾട്ടേജ് 115. അപ്പോൾ ഒബ്സർവ് ചെയ്ത നോ ലോഡ് കറണ്ട് 0.63 ആംപിയർ, നോ ലോഡ് പവർ 53.14 വാട്ട്സ്. റീഡിംഗ് എടുത്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ വീണ്ടും മിനിമത്തിലേക്ക് ആക്കുക. അതിനുശേഷം സപ്ലൈ ഓഫ് ചെയ്യാം. അടുത്ത് നമുക്ക് SC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ 230 വോൾട്ട് സൈഡിലാണ് നമ്മൾ മീറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്. 115 വോൾട്ട് സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം.
ട്രാൻസ്ഫോർമറിൻ്റെ റേറ്റഡ് കറണ്ട് 3 kVA ട്രാൻസ്ഫോർമറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് 13.04 ആംപിയർ ആണ്. ആ റേറ്റഡ് കറണ്ട് നമ്മൾ പ്രൈമറിയിൽ അപ്ലൈ ചെയ്യുക. റേറ്റഡ് കറണ്ട് ആയിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട് 13.04 ആവാനായിട്ട് നമ്മൾ 10.5 വോൾട്ട് അപ്ലൈഡ് EMF കൊടുത്തു. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാട്ട് മീറ്റർ റീഡിംഗ് 60 വാട്ട്സ്. MF നമുക്ക് നോക്കണം. വാട്ട് മീറ്റർ 20 ആംപിയർ 75 വോൾട്ട് റേറ്റിങ്ങിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് MF വരുന്നത് 2 ആണ്. അപ്പോൾ ആക്ച്വൽ റീഡിംഗ് 60 × 120 വാട്ട്സ് ആണ്. റീഡിംഗ് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഓട്ടോ ട്രാൻസ്ഫോർമർ മിനിമത്തിലാക്കുക. അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്യും. OC ടെസ്റ്റിലെ നമ്മുടെ ഒബ്സർവേഷൻസ് നോക്കാം. നോ ലോഡ് വോൾട്ടേജ് 115, നോ ലോഡ് കറണ്ട് 0.63, നോ ലോഡ് പവർ 53.14. അതുപോലെ തന്നെ SC ടെസ്റ്റിലെ നമ്മുടെ ഒബ്സർവേഷൻ നോക്കാം. ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് 10.5, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 13.04, ഷോർട്ട് സർക്യൂട്ട് പവർ 60 വാട്ട്സ് ആണ്. നമ്മൾ വാട്ട് മീറ്റർ ഒബ്സർവ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 2 ആയിരുന്നു, അതുകൊണ്ട് 120 വാട്ട്സ്. ഇതിൽ നിന്ന് നമുക്ക് എഫിഷ്യൻസിയും വോൾട്ടേജ് റെഗുലേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് 1 by 1 ആയിട്ട് നോക്കാം. ട്രാൻസ്ഫോർമറിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. പെർസെൻറ്റേജ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. ഇൻപുട്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. ആ ലോസസ് എന്ന് പറയുന്നത് അയൺ ലോസും കോപ്പർ ലോസുമാണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് അയൺ ലോസ് പ്ലസ് കോപ്പർ ലോസ് നമുക്ക് എഴുതാം. ഇതിൽ അയൺ ലോസ് നമുക്ക് കിട്ടുന്ന OC ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന പവറാണ് 53.14 വാട്ട്സ്. അതുപോലെ തന്നെ കോപ്പർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് SC ടെസ്റ്റിൽ നമുക്ക് കിട്ടും. അത് 120 വാട്ട്സ് ആണ്. നമ്മൾ എഫിഷ്യൻസി കാണുമ്പോൾ ഫുൾ ലോഡ് യൂണിറ്റി പവർ ഫാക്ടറിലാണ് എഫിഷ്യൻസി കാണുന്നതെങ്കിൽ ആ മെഷീൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 kV ആണ്. മെഷീൻ ഡീറ്റെയിൽ നമുക്കറിയാം. യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ പവർ ഫാക്ടർ 1 വരും. അപ്പോൾ 3000 വാട്ട്സ് ആണ് ആ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട്. അതനുസരിച്ച് നമ്മൾ എഫിഷ്യൻസി കാണുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് 3000 വാട്ട്സ്, ദെൻ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് 3000 പ്ലസ് അയൺ ലോസ് 53.14 വാട്ട്സ് പ്ലസ് 120 വാട്ട്സ് നമ്മളുടെ കോപ്പർ ലോസ്. അതനുസരിച്ച് 94.54% ആണ് നമ്മളുടെ ഫുൾ ലോഡ് യൂണിറ്റി പവർ ഫാക്ടറിലുള്ള എഫിഷ്യൻസി. അതുപോലെ തന്നെ നമുക്ക് എഫിഷ്യൻസി ഹാഫ് ഫുൾ ലോഡിൽ 0.8 പവർ ഫാക്ടറിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹാഫ് ഫുൾ ലോഡിൽ മെഷീൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതിന് ഹാഫ് ഇൻറ്റു റേറ്റിംഗ് പവർ ഫാക്ടർ 0.8 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഹാഫ് ഇൻറ്റു 3 kVA ഇൻറ്റു 0.8 ഈസ് ഈക്വൽ ടു 1200 വാട്ട്സ്. അയൺ ലോസ് നമുക്കറിയാം, OC ടെസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് 53.14 വാട്ട്സ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹാഫ് ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ് എത്രയാണെന്നാണ്. അത് കണ്ടുപിടിക്കുന്നതിന് ഹാഫ് സ്ക്വയർ WSC, അതായത് 1/4 ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ്. അപ്പോൾ 30 വാട്ട്സ് നമുക്ക് ഹാഫ് ഫുൾ ലോഡിലുള്ള കോപ്പർ ലോസ് ലഭിക്കുന്നത്. വീണ്ടും നമ്മൾ എഫിഷ്യൻസി കാണുന്നുള്ള ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഔട്ട്പുട്ട് 1200 വാട്ട്സ്, ദെൻ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് 1200 പ്ലസ് 53.14 പ്ലസ് 30 വാട്ട്സ് വരുന്നു. അപ്പോൾ ഹാഫ് ഫുൾ ലോഡിൽ 0.8 പവർ ഫാക്ടറിലുള്ള എഫിഷ്യൻസി നമുക്ക് 93.52% ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഹാഫ് ഫുൾ ലോഡിൽ 0.8 പവർ ഫാക്ടറിലുള്ള എഫിഷ്യൻസിയാണ്. ഇതുപോലെ തന്നെ 1/4 ഫുൾ ലോഡിൽ മറ്റൊരു പവർ ഫാക്ടറിൽ, അല്ലെങ്കിൽ 3/4 ഫുൾ ലോഡിൽ മറ്റൊരു പവർ ഫാക്ടറിലുള്ള എഫിഷ്യൻസി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഡിഫറൻറ്റ് ലോഡിലും ഡിഫറൻറ്റ് പവർ ഫാക്ടർ കണ്ടീഷനിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിലേക്ക് നോക്കാം. ലോഡ് കറണ്ട് വേഴ്സസ് പെർസെൻറ്റേജ് എഫിഷ്യൻസി ഗ്രാഫാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടറിലുള്ള ഡിഫറൻറ്റ് എഫിഷ്യൻസീസ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ കാണുന്ന പോലെ ഒരു കർവ് കിട്ടും. അതുപോലെ 0.8 പവർ ഫാക്ടറിലുള്ള കണ്ടീഷനിലാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കർവ് കിട്ടും. ഇതുപോലെ നമുക്ക് ഡിഫറൻറ്റ് പവർ ഫാക്ടറിലും ലോഡിലുമുള്ള എഫിഷ്യൻസി കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇനി നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെർമിനൽ വോൾട്ടേജ് എന്നാണെന്ന് നമുക്കറിയാം.
അതായത് നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ നോ ലോഡ് വോൾട്ടേജ് ഇൻറ്റു 100 ആണ് അതിൻ്റെ ശരിയായ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് എന്നുള്ളത് തന്നെയാണ് എന്ത് വോൾട്ടേജ് ഡ്രോപ്പായിട്ട് നമ്മൾ കിട്ടുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് I2 R02 cos φ പ്ലസ് ഓർ മൈനസ് I2 X02 sin φ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ കാണാനുള്ള ഇക്വേഷൻ അതുകൊണ്ട് I2 R02 cos φ പ്ലസ് ഓർ മൈനസ് I2 X02 sin φ ഡിവൈഡ് ബൈ 0V2 ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും. ഇതിൽ ഇക്വേഷനിൽ വരുന്ന പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നത് ലാഗിങ് പവർ ഫാക്ടർ കണ്ടീഷനിലും മൈനസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ കണ്ടീഷനിലുള്ള വോൾട്ടേജ് റെഗുലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡറി ടെർമിനലിലുള്ള വോൾട്ടേജ് റെഗുലേഷനായിട്ടാണ് I2ഉം 0V2ഉം ഉള്ള ടേംസൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ I2 അറിയണം, R02 അറിയണം, പവർ ഫാക്ടർ ഗിവൺ കണ്ടീഷൻ ആയിരിക്കാം, അതുപോലെ തന്നെ 0V2 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ആദ്യം മനസ്സിലാക്കണം. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K = V2/V1. അപ്പോൾ നമുക്ക് 115 ഡിവൈഡ് ബൈ 230 ആണ് നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ 0.5 നമുക്ക് കിട്ടുന്നു. ഫുൾ ലോഡ് സെക്കൻഡറി കറണ്ട് അഥവാ I2 കിട്ടണമെങ്കിൽ അതിൻ്റെ റേറ്റിങ്ങിനെ സെക്കൻഡറി വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 kVA ഡിവൈഡ് ബൈ 115 വോൾട്ട് = 26.08 ആംപിയർ ആണ് സെക്കൻഡറി ഫുൾ ലോഡ് കറണ്ട്. നമുക്ക് വീണ്ടും R02 കിട്ടണമെങ്കിൽ K² R01 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് R01 കണ്ടുപിടിക്കണം. R01 = WSC ഡിവൈഡ് ബൈ ISC² ആണെന്ന് നമുക്കറിയാം. അതനുസരിച്ച് WSC 120 വാട്ട്സ്, ഫുൾ ലോഡ് കറണ്ട് 13.04, അതിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.705 ഓംസ് എന്നുള്ളത് R01 കിട്ടും. അതിൽ നിന്ന് നമുക്ക് R02 കണ്ടുപിടിക്കാം. K² R01 ദാറ്റ് ഈസ് 0.5² ഇൻറ്റു 0.705 = 0.176 ഓംസ് ആണ് R02ൻ്റെ വാല്യൂ. അതുപോലെ തന്നെ നമ്മൾ X02 കണ്ടുപിടിക്കണം. X02 = K² X01. അപ്പോൾ അതിൽ നമുക്ക് X01 കണ്ടുപിടിക്കണം. X01 = Z01² മൈനസ് R01² റൂട്ട് എടുത്താൽ മതിയെന്ന് നമുക്കറിയാം. അത് Z01 കണ്ടുപിടിക്കണമെങ്കിൽ VSC/ISC ആണെന്നറിയാം. നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് 10.5ഉം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 13.04 ആംപിയറുമാണ്. അപ്പോൾ Z01 0.805 ഓംസ് കിട്ടും. അപ്പോൾ നമുക്ക് X01 കണ്ടുപിടിക്കാം. √0.805² മൈനസ് 0.705² = 0.38 ഓംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് X02ലേക്ക് കൺവേർട്ട് ചെയ്താൽ K² X01 ചെയ്യാം. 0.5² ഇൻറ്റു 0.38 = 0.097 ഓംസ് X02 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള ടേംസ് എല്ലാം ആയി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. യൂണിറ്റി പവർ ഫാക്ടറിലുള്ള വോൾട്ടേജ് റെഗുലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇക്വേഷനിൽ cos φ2 യൂണിറ്റി ആയിട്ട് വരുമ്പോൾ sin φ2 0 ആയിട്ട് വരും. നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. I2 R02 cos φ2 പ്ലസ് I2 X02 sin φ2 ഡിവൈഡ് ബൈ 0V2. പ്ലസ് എടുക്കാൻ കാരണം യൂണിറ്റി പവർ ഫാക്ടറിലോ ലാഗ് കണ്ടീഷനിലോ ആണെങ്കിൽ നമ്മൾ പ്ലസ് ആണ് എടുക്കുന്നത്. നമ്മൾ എല്ലാ വാല്യൂസും എല്ലാം ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ 3.99% ലഭിക്കും. നമുക്ക് 0.4 പവർ ഫാക്ടർ ലീഡ് കണ്ടീഷനിലുള്ള വോൾട്ടേജ് റെഗുലേഷൻ ഒന്ന് കാണാം. അതായത് cos φ2 = 0.4, sin φ2 = 0.91. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ = I2 R02 cos φ2 മൈനസ് I2 X02 sin φ2 ഡിവൈഡ് ബൈ 0V2. വീണ്ടും പറയുന്നു, മൈനസ് വരുന്നത് ലീഡിങ് കണ്ടീഷനിലായതുകൊണ്ടാണ്. നമ്മൾ അതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ -0.41 കിട്ടുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് ഡിഫറെൻറ്റ് പവർ ഫാക്ടറിലും ഡിഫറെൻറ്റ് ലോഡ് കണ്ടീഷനിലും ചെയ്യാം. ചില വാല്യൂസ് എല്ലാം മൈനസ് ആയിട്ട് വരും. നിങ്ങൾ ഇതിൻ്റെ എല്ലാ ടാബുലേഷനും ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഡിഫറെൻറ്റ് പവർ ഫാക്ടറിലുള്ള വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതനുസരിച്ച് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എക്സ് ആക്സിസിൽ സെൻട്രലായിട്ട് യൂണിറ്റി പവർ ഫാക്ടർ മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 0.8, 0.6, 0.4, 0.2 എന്നുള്ള ഒരു ലാഗിങ് പവർ ഫാക്ടർ മാർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് 0.8, 0.6, 0.4, 0.2 എന്നുള്ള ഒരു ലീഡിങ് പവർ ഫാക്ടർ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈ ആക്സിസിൽ അപ്വേർഡ് ഡയറക്ഷനിൽ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേഷനും ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൈനസ് വോൾട്ടേജ് റെഗുലേഷനും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള
വോൾട്ടേജ് റെഗുലേഷൻ്റെ ഗ്രാഫ് നമുക്ക് ലഭിക്കും. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിൽ SC OC ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ എഫിഷ്യൻസിയും റെഗുലേഷനും ഡിഫറൻറ്റ് ലോഡ്, ഡിഫറൻറ്റ് പവർ ഫാക്ടറൽ കണ്ടീഷനിൽ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ ഡിഫറൻറ്റ് കാൽക്കുലേഷൻസ്, അതായത് ഡിഫറൻറ്റ് ലോഡിലും പവർ ഫാക്ടറിലുള്ള നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, അതിനെ ടാബുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായുള്ള ഗ്രാഫുകൾ വരയ്ക്കുക. ആക്ച്വൽ ലോഡിംഗ് ചെയ്യാതെ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഡിഫറൻറ്റ് കണ്ടീഷൻസിലുള്ള എഫിഷ്യൻസിയും റെഗുലേഷനും പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ട്രാൻസ്ഫോർമർ ടെസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് SCOC ടെസ്റ്റ്. അപ്പോൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്ന എഫിഷ്യൻസി റെഗുലേഷൻ വർക്ക് ഇതിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.